പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നെഞ്ച്, അതായത് ശ്വാസകോശവും കരളും ഹൃദയവും പിന്നെ കിഡ്നി, ഇത്രയും ഗുരുതരമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. നിങ്ങൾ ദയവായി ആ രോഗമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ നെഞ്ചിലും കിഡ്നി ഇരിക്കണ നടുവിലും കൈവച്ചുകൊണ്ട് സ്തുതിക്കുന്നു. അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ഒത്തിരി ആൾക്കാർക്ക് കടുത്ത വേദന അനുഭവിക്കുന്ന, ജീവിതം താളം തെറ്റിക്കുന്ന രോഗമാണ് തൈറോയിഡ്. അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്തുതിക്കേണ്ടതാണ്. ഞാൻ പറയാം, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥിക്കുഴയുള്ളവർ, കുറേ സാക്ഷികൾ നമ്മൾ കേട്ടു. സർവാംഗം വേദന ഉണ്ടായിരുന്ന വ്യക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായി മാറിയത് നമ്മൾ കേട്ടു. കഴുത്തനക്കാൻ പറ്റാതിരുന്നവർ, കഴുത്തിന് ബലമില്ലായിരുന്നവരൊക്കെ സാക്ഷ്യം പറഞ്ഞു. ജോലി ചെയ്യാൻ പാടില്ലായിരുന്നവർ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ പല പല സാക്ഷ്യങ്ങൾ കേട്ടു. ദൈവം ജീവനോടെ ആ ദൈവം തന്നെയാണ് ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിൻ്റെ കിഡ്നികളെ സ്പർശിക്കാൻ പോകുന്നത്. നിനക്കും കർത്താവേ, എനിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയ്ക്ക് ഒരു സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അസ്ഥികളെ സ്പർശിക്കണം കർത്താവേ, അസ്ഥികളെ സ്പർശിക്കണം കർത്താവേ, അസ്ഥിക്കുഴകളെ സ്പർശിക്കണം കർത്താവേ, അസ്ഥിക്കുഴകൾ, സന്ധിബന്ധങ്ങൾ, മാംസപേശികൾ, രക്തഞരമ്പുകൾ സ്പർശിക്കണമേ. തൈറോയ്ഡ് രോഗങ്ങൾ സ്പർശിക്കണമേ. ഈശോ ഹൃദയത്തെ സ്പർശിക്കണമേ. ഈശോ കുഞ്ഞു മക്കളുടെ തൊട്ട് മുതിർന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കണമേ. ഈശോ കരളിനെ സ്പർശിക്കണമേ. പാങ്ക്രിയാസിനെ സ്പർശിക്കണമേ. ഷുഗരോഗികളെ സ്പർശിക്കണമേ. ഷുഗരോഗികളെ സ്പർശിക്കണമേ. പ്രഷർ രോഗികളെ സ്പർശിക്കണമേ. അസ്ഥിവാദക്കാരെ സ്പർശിക്കണമേ. സന്ധിവാദക്കാരെ സ്പർശിക്കണമേ. എക്സിമയെ സ്പർശിക്കണമേ. പിസ്തലെ സ്പർശിക്കണമേ. തൈറോയ്ഡ് സ്പർശിക്കണമേ. വെരിക്കോസ് സ്പർശിക്കണമേ. ആദ്യ സ്പർശിക്കണമേ. മനോരോഗത്തെ സ്പർശിക്കണമേ. എപ്പിലെപ്സി സ്പർശിക്കണമേ. സമസ്വാരോഗത്തെ സ്പർശിക്കണമേ. മനോരോഗത്തെ സ്പർശിക്കണമേ. മാർഗരോഗങ്ങള്, തീരവേദികള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. സുഖപ്പെടട്ടെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വീടില്ലാത്തവരെ ശ്രദ്ധിക്കുക. ഇവിടെയുള്ളവർ മാത്രമല്ല, അകലങ്ങളിലും ദൂരങ്ങളിലും അന്യരാജ്യങ്ങളിലും വരുന്നുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കുക. സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വാടക വീടുകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പാട്ടത്തിന് താമസിക്കുന്നവർ, ഭാഗവുടമ്പടി നടക്കാത്തവർ, പാടവുടമ്പ കുരുക്കിലാകപ്പെട്ടവർ, വസ്തു ജാമ്യത്തിലായിരിക്കുന്നവർ, വസ്തു ജപ്തിയിലായിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, വ്യവസായം അടഞ്ഞു പോയവർ, വ്യാപാരം നിലച്ചു പോയവർ, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പ്രൊമോഷൻ ഇല്ലാത്തവർ, ട്രാൻസ്ഫർ ഇല്ലാത്തവർ, ജോലി സംബന്ധമായ കുരുക്കളുള്ളവർ, ഡിപ്രൊമോട്ട് ചെയ്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, അതിശക്തമായ സ്തുതികൾ. ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ സ്പർശിക്കണമേ കർത്താവേ. ഈശോ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിന് ഔസാഗ്യ ദോഷങ്ങൾ, ജോലി തടസ്സങ്ങൾ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, ഭവനമില്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകള്, വിടുപോയവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഞങ്ങള് കർത്താവിന്റെ നാമത്തില് മാറിപ്പോട്. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഡേറ്റുകൾ ഓർക്കുക. കൃപാസനത്തിലെ അമ്മ, നിങ്ങൾക്കറിയാം, ഇവിടെ സമയം എപ്പോഴും സാക്ഷ്യത്തിൻ്റെ ഒരു വിഷയമാണ്.
22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ, 40 വർഷമായി മദ്യപിക്കുന്നവർ, 35 വർഷമായി സ്ഥലം വിൽക്കാത്തവർ, അങ്ങനെ പല സാക്ഷ്യങ്ങൾ പറയുന്നു. എല്ലാം ഡേറ്റിട്ടാണ് സാക്ഷ്യം പറയണത്. കൃപാസനത്തിന് ഒരു പേജിൽ തന്നെ ഡേറ്റിട്ട് മാത്രമുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ കാരണം സമയഘടികാരം നെഞ്ചു ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഡേറ്റ് ആൻഡ് ടൈം പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ മാസത്തെ പ്രധാന ഡേറ്റുകൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കുക, ഈ സമയത്തുള്ള ഈ മാസം നിങ്ങൾ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ആ തീയതി അമ്മ ആ വിഷയത്തിൽ സാന്നിധ്യം നൽകിക്കൊള്ളും. ചിലപ്പോൾ പരീക്ഷാ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ പ്രസവ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ജപ്തി നടപടിക്കുള്ള ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലേലത്തിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ നൈപുണ്യ പരീക്ഷയുടെ MOHൻ്റെ ഹാദിൻ്റെ PT എക്സാമിനേഷൻ്റെ ഡേറ്റ് ആയിരിക്കും. വാട്ടർ വിത്ത് ദ ഡേറ്റ് യു മസ്റ്റ് റിമെമ്പർ നൗ. നീ ഓർക്കുക ആ ഡേറ്റുകൾ, എന്ത് ഡേറ്റ് ആയാലും നിന്നെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കിട്ടിയേ തീരുമെന്ന് പറയുന്ന തീയതികൾ, സമയം എല്ലാം നീ ഓർക്കുക, മൗനമായി ഓർക്കുക. അച്ഛൻ ഡേറ്റുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, അങ്ങയുടെ മക്കളെ മനസ്സിലോർത്ത് പറഞ്ഞ ഓരോ ഡേറ്റുകൾ, യാത്രകൾ, സമയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സമ്പൂർണ്ണമായി അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിന് നമ്മൾ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സംരക്ഷണം ആ ഡേറ്റുകളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഈ സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ച നേർച്ച വസ്തുക്കൾ, വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത് ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞ പോലെയാണ് ഇതിൽ പ്രാർത്ഥിക്കേണ്ടത്. ഉപ്പെടുത്താലും തേനെടുത്താലും തേൻ 3 തുള്ളിയോ 7 തുള്ളിയോ ഉപയോഗിക്കാം. 9 തുള്ളി ഉപയോഗിക്കുന്നവരുമുണ്ട്. അത്ര ഉപയോഗിക്കേണ്ട കാര്യമില്ല. നേർച്ച വസ്തുക്കളുടെ ആ ക്വാണ്ടിറ്റി അല്ല പ്രധാനപ്പെട്ടത്, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 3 തുള്ളി ആയാലും മതി. വിശ്വാസ പ്രമാണം തെറ്റിക്കാതെ ചെല്ലുകയാണ് പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഉടനെ നേർച്ച വസ്തു ഉപയോഗിച്ച് തീർത്ത് കളയരുത്. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു നേർച്ച വസ്തുക്കൾ തരണ, അങ്ങനെ വിറ്റ് കാശ് വാങ്ങിക്കുന്ന സ്ഥലമല്ല ഇത്. ഇത് ദൈവം തന്ന കൃപ നിലനിൽക്കാനും അത് തിരിച്ചറിയാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആശീർവാദോപകരണമാണ്. എൻ്റെ പേര് മെർലിൻ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് തോമസ്. ഞങ്ങളുടെ മകൻ്റെ പേര് ജെർമിയ പോൾ തോമസ്. മാതാവിന് ഈശോയ്ക്ക് നന്ദി. ഞങ്ങളുടെ വീട് ചേർത്തലയിലാണ്. ഞങ്ങളിപ്പോൾ UK യിലാണുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ 24, 2022 വളരെ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഭയങ്കര ഓണസ്റ്റായിട്ട് പറയുകയാണ്. അതിൻ്റെ അകത്തെ നിബന്ധനകളും എല്ലാം ഒന്നും ആ ഒരു സമയത്ത്, ആ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആകെ ചെയ്യാൻ പറ്റിയിരുന്നുള്ളതെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കുക, പറ്റുന്നതുപോലെ കുർബാന സ്വീകരിക്കുക, പറ്റുന്ന പോലെ കുമ്പസരിക്കുക. ഇത് മാത്രമേ ശരിക്കും ഞങ്ങൾ അന്ന് ചെയ്തിരുന്നുള്ളൂ. 2 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. ഞങ്ങൾ UK യിലോട്ട് പോയി. ഞങ്ങൾക്ക് തോമസിന് വളരെ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള ഫീൽഡിൽ തന്നെ പഠിക്കാൻ സാധിച്ചു. എനിക്കാണെങ്കിലും ഞാനൊരു അക്കൗണ്ടൻ്റാണ്, Big 4 വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന്
വേറൊരു അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ജോലിയിലോട്ട് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന 1 മന്തിൽ തന്നെ എനിക്ക് എൻ്റെ ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോഴൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കത്തില്ല. പിന്നീട് ഞങ്ങൾ 2024 സെപ്റ്റംബറിൽ എക്സ്പെക്റ്റിംഗ് ആണെന്ന് അറിഞ്ഞു. എൻ്റെ ജോലി മാറി, പുതിയ ഓപ്പർച്യൂണിറ്റി വന്നു. പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ പുറകെ പോയി. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തീരുമാനം എടുത്ത് സ്ഥലമൊക്കെ മാറിയത്. പക്ഷേ ഇരുന്നാലും എക്സ്പെക്റ്റിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായി. എൻ്റെ ഹസ്ബൻഡിന് ഇൻഫെക്ഷനുള്ള പനി വരാൻ തുടങ്ങി. 2-3 മാസം അടുപ്പിച്ച്. ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് ഹസ്ബൻഡിനെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഞാൻ ഫുൾ ടൈം വോമിറ്റിങ്ങും സിക്നെസ്സും അങ്ങനത്തെ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ പോയി പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം ലോൺലി ആണ്, എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന്. അങ്ങനെ ഞങ്ങളൊരു 2-3 ഞാനാണെങ്കിൽ പുതിയ ജോലിയിലോട്ട് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രൊബേഷനിലായിരുന്നു. എനിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റിയും വർക്കിൽ കിട്ടുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പേരൻസും ഹസ്ബൻഡിൻ്റെ പേരൻസും എല്ലാം പറഞ്ഞു, ഓക്കെ നാട്ടിലോട്ട് വാ, ഇനി ഒന്നും നോക്കണ്ട, നിങ്ങൾ നാട്ടിലോട്ട് വന്നാൽ മതി, നമുക്കെല്ലാം പ്രാർത്ഥിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നു. അപ്പോഴൊന്നും ഞാൻ വീണ്ടും പറയാം, അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ വന്നു 2-3 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വിഷമം ഇതാണ്, ഹസ്ബൻഡ് ഇത്രയും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ഫീൽഡിലൊരു ജോലി, അത് UK പഠിച്ച അത്രയും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് അവിടെ പോയി പഠിക്കുമ്പോൾ നമുക്ക് ആ ഫീൽഡിലൊരു ജോലി വേണം, അതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അത് കിട്ടിയില്ല, അത് ശരിയായില്ല എന്നൊരു മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോനായി, പിന്നെ ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ ശരിയാവുന്നില്ലല്ലോ, ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകണ്ടേന്ന് നമുക്കറിയില്ല. അപ്പോഴാണ് നമ്മളുടെ പേരൻസ് നമ്മളോട് പറഞ്ഞത്, ഉടമ്പടി പുതുക്ക്, എല്ലാം നിങ്ങളൊന്ന് അവിടെ ചെല്ല്, മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകും എന്നുള്ളത്. മോന് 1 മാസം ഉണ്ടായപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മാറിയതെന്ന് സത്യമായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ഉയർന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എഴുതി, പക്ഷേ ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ബെറ്ററായി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിടാൻ തുടങ്ങി. ഓക്കെ, കുർബാന കറക്റ്റായിട്ട് പോകണം, കുമ്പസാരിക്കണം, നന്നായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ നമ്മളൊരു കുഞ്ഞ് തെറ്റ് മനസ്സിലിരിക്കെ കുർബാന സ്വീകരിക്കാൻ മനസ്സിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിക്കും, കുമ്പസാരിച്ചിട്ട് മതി, ഇനി അടുത്ത വേറെ ഇനി കുമ്പസാരിച്ചിട്ട് മതി വേറെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞങ്ങൾ പോയി കുമ്പസാരിക്കും. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതുമാത്രമല്ല, അങ്ങനെ ഞങ്ങൾ 2ാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒത്തിരിയായി ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഉടമ്പടി ഉപ്പും ഉടമ്പടി എണ്ണയും, ഞങ്ങളുടെ മോൻ ഉടമ്പടി തൈലം, ഞങ്ങൾ എന്നും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ ഒത്തിരി സ്റ്റൊമക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, ഞങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങി. ഞങ്ങളുടെ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ തുടങ്ങി, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ്. ഓൾസോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷനിലല്ലായിരുന്നു. ഞങ്ങൾ മോനുണ്ടായതാണെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഗ്രോയിങ് കപ്പിൾസാണ്, ഞങ്ങൾ സെറ്റിലായി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തിയത്, ഒത്തിരി പേരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ സ്ഥലം, ഞങ്ങൾ വേറെ എവിടെ നിന്നല്ല, ഞങ്ങൾ തന്നെ ഏൺ ചെയ്യുന്നതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ദശാംശം എടുത്ത് പഠിക്കാനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജീസസ് യൂത്തിന് ഒരു 10 പേരെ കൂടാനുള്ള സഹായം, അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. ഓൾസോ ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ഒരു ഫാമിലി, നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട്. അവരുടെ മോള് ഇതുപോലെ തന്നെ ഇവൻ്റെ അത്രയും തന്നെ മാസമുള്ള ഒരു കുഞ്ഞ് അവിടെ ഉണ്ടാകാൻ പോകുമായിരുന്നു. അപ്പോൾ അവരുടെ എൻറ്റയർ ഡെലിവറി കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ഫിനാൻഷ്യലി ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും അതല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പെർസ്പെക്റ്റീവ്. നമ്മൾ ശരിക്കും ഉടമ്പടി ഒരു ലൈഫ് സ്റ്റൈലാണ്, അതൊരു ജീവിത രീതിയാണെന്നൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വരുമായിരുന്നു. ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്യാതെ ഇങ്ങോട്ടൊരു ജോബ് ഓഫർ വന്നു.
അത് ആമസോണിൽ ഏരിയ മാനേജറായിട്ടാണ്. ആ ജോബിൻ്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർവൈസ് ഞങ്ങൾക്ക് മോനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ഇൻ കേസ് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ജോലി ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെയും കൊണ്ട് പോകാൻ പറ്റും. ഓൾസോ ഹസ്ബൻഡിന് പഠിച്ച ഫീൽഡിൽ തന്നെ ഏറ്റവും നല്ലൊരു ജോലി ആയിരിക്കും അത്. അങ്ങനെ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണേ. പക്ഷെ ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, ഈശോയെ, അങ്ങേക്ക് ഹിതം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ളതാണ് ഇത് എങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡിൽ. കാരണം നമ്മൾ തീരുമാനിച്ചിട്ട് എന്താ നാളെ വരുന്നതെന്ന് നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതായിരിക്കും നമുക്ക് നാളെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചതാണ്, ഇത് വേണ്ടതാണെങ്കിൽ കാര്യമൊക്കെ ശരി, ഇതൊക്കെ നല്ലതാണ്, കിട്ടിയാൽ ഭയങ്കര സൂപ്പറാണ്, പക്ഷേ നല്ലതാണെങ്കിൽ മാത്രം മാതാവിനും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം തന്നാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു 3 hours ഇൻ്റർവ്യൂ ആയിരുന്നു. അതിന് മുന്നേ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. അന്നാണെങ്കിലും ഇൻ്റർവ്യൂവിന് മുന്നേ ആണെങ്കിലും ഉടമ്പടി ഉപ്പും തൈലവും പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, നന്നായിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നു, അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അവർ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിന് ഈ പോസ്റ്റ് തരാൻ അവർ റെഡിയാണെന്നുള്ള മെയിൽ ഞങ്ങൾക്ക് വന്നു. അപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ വേറേതാണ്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ. അപ്പോഴാണ് നമ്മൾ ഓർത്തത്, നമ്മളിത് ഇത്ര ആഗ്രഹിച്ചായിരുന്നു, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ വെച്ച കാര്യങ്ങൾ എന്ന് അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. ഞങ്ങൾക്ക് ഇനി വിസയുടെ കാര്യങ്ങളും എല്ലാം ശരിയായി ഞങ്ങൾക്ക് പോകണം, നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സെല്ലാം. എൻ്റെ പേര് ആലിസെ, ഞാൻ ഗുരുവായൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 2 ആൺമക്കളാണ്, ഭർത്താവ് മരിച്ചുപോയി. എൻ്റെ ചെറിയ മകനെ ദുബായിൽ ജോലിയില്ലാണ്ട് വിദേശത്തേക്ക് വിസയായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞു, ജോലിയൊക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് 3 മാസത്തെ വിസിറ്റിങ്ങിന് 2021 പോയി. 3 മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും കിട്ടിയില്ല. ഞാനപ്പോൾ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു, ജോലിയൊന്ന് ശരിയാക്കണട്ടാന്ന്. എല്ലാവരും ആണെന്നോ പറഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും ആയില്ല. അങ്ങനെ ആകെ വിഷമായി, താമസിക്കാനും ഭക്ഷണത്തിനൊക്കെ പൈസ വേണം, ആകെ വിഷമത്തിലായി, വേറൊരു വഴിയില്ല. അപ്പോൾ 2ാമതും വിസ പുതുക്കി. അപ്പോഴാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഇവിടേക്ക് വന്നത്. എനിക്കറിയില്ല ആലപ്പുഴ എവിടെയാണ്, ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ജീവിക്കാൻ ഗതിയില്ലാത്ത അവസരമായപ്പോൾ ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കാണ്ട് മാതാവിലും ഈശോയിലും ആശ്രയിച്ചിട്ട് ഞാനിവിടേക്ക് വന്നു. ഞാനിവിടെ വന്ന് മാതാവിനോട് ആ മുക്കിലിരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, നീ സഞ്ചാരി മാതാവാണല്ലോ, നീ എൻ്റെ മോണ്ടേക്ക് നീ ചെല്ലണം, ഒരു ജോലി നീ ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി മോനും ഈ പ്രാർത്ഥനകളൊക്കെ അവൻ അയച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു, മോനെ എന്തായാലും നിനക്ക് ജോലി കിട്ടും, മാതാവിനോട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, മാതാവ് അവിടെ വരും, നിനക്ക് ജോലി കിട്ടും. അങ്ങനെ ഇവൻ പോയി ഇൻ്റർവ്യൂ കഴിയും, പറയാമെന്ന് പറയും, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇവൻ എന്നും പള്ളിയിൽ പോകണ പതിവുണ്ട്. അങ്ങനെ ഒരു രക്ഷയില്ല. അപ്പം പള്ളിയിൽ പോയിട്ട് എന്നും പ്രാർത്ഥിക്കും, കുർബാന കൂടും. അങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് ഒരു ദിവസം, അപ്പോൾ 2ാമത്തെ വിസ കഴിയാറായി തുടങ്ങിയിട്ട് അവനൊരു കുറച്ച് ദിവസം കൂടിയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ പള്ളിയിൽ പോയിട്ടിരിക്കും, കുർബാന കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ട് വരികയാണ്. പള്ളിയിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവനും വരികയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ എവിടെയാണ് ജോലിയും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ജോലിയില്ല ചേട്ടാ, ഞാൻ വിസിറ്റിങ്ങിന് വന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. എന്നാൽ നീ എൻ്റെ കൂടെ വന്നിട്ട് അയാളുടെ കാറിൽ ഇവനെ കയറ്റിക്കൊണ്ടുപോയി. അത് വേറെ ആരുമല്ല, നമ്മുടെ മാതാവ് മാത്രമാണ്. മാതാവാണെന്ന് എല്ലാവർക്കും നല്ല ഉറപ്പായി. അങ്ങനെ ഇവനെ കൊണ്ടുപോയി. അപ്പോൾ ഇവൻ അറിയാത്ത ഒരാളാണല്ലോ. ഒരു കമ്പനിയിൽ ചെന്നിട്ട് ആ മനുഷ്യൻ്റെ ഒരു പരിചയക്കാരനാണ് ഈ കമ്പനിയിലത്തെ മുതലാളി. അയാളോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ജോലിയൊന്നും ഇല്ല, വിസ ഇങ്ങനെ 2ാമത്തെ പ്രാവശ്യം വിസിറ്റിങ് കഴിയാനായിട്ട് നിൽക്കണേ, ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ എന്തൊക്കെ പഠിപ്പ്? അപ്പോൾ അവൻ പഠിപ്പൊക്കെ പറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടർ കുറച്ച് അറിയുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടറിൽ കുറേ പണികളുള്ളത് ആ ജോലി പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കറിയില്ല സാറേ, എനിക്ക് ഈ പണി അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുതലാളി പറഞ്ഞു, വിഷമിക്കണ്ട, 3 ആഴ്ച നീ തന്നെ ഞാൻ പഠിപ്പിച്ചു തരാം, എന്നിട്ട് നീ ഇവിടെ ജോലി ചെയ്തോളാണ് എന്നെ പറഞ്ഞത്. അങ്ങനെ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല, അത്ര മാതാവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ എൻ്റെ മോൻ അവിടെ ജോലി കിട്ടി, സുഖമായിട്ട് പോകണു. അതിൻ്റെ ഇടയിൽ എൻ്റെ മൂത്ത മോനാണിത്. അവന് 10 കൊല്ലം മുമ്പ് ബർക്കറ്റ് ലിംഫോമ എന്ന് പറഞ്ഞ ഒരു ക്യാൻസറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കക്ഷത്തിൽ, പെരടിയിൽ, അങ്ങനെ എല്ലാ സ്ഥലത്തും മുഴകളാണ് ആ സൂക്കേട്. അത് അങ്ങനെ ഒരു കൊല്ലം ഞങ്ങൾ വെല്ലൂർ CMCയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. 10-25 ലക്ഷം രൂപ ചിലവ് ചെയ്തു. അതൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സഹായം ചോദിച്ചിട്ട് പള്ളിക്കാരും അവരൊക്കെ ആയിട്ട് സഹായിച്ചിട്ട് ഞങ്ങൾക്ക് അതൊക്കെ മാറി. അങ്ങനെ മാറി കഴിഞ്ഞ വർഷം അവന് വീണ്ടും ഭയങ്കര പനി, ഛർദി,
ഭയങ്കര അസുഖങ്ങൾ. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു കൊല്ലം വരെ വെല്ലൂർ പോയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ മിഷൻ ആസ്പത്രിയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ പരിശോധിക്കാനും ടെസ്റ്റുകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിലൊന്നും കുഴപ്പമുണ്ടായില്ല. ഈ പനി വന്ന് 105 ഡിഗ്രി 106 ഡിഗ്രി പനി, തുള്ള പനി, ഭയങ്കര കഫക്കെട്ട്, ചുമച്ച് തുപ്പണയിലൊക്കെ ചോര വരിക. അങ്ങനെയായിട്ട് ചെന്നപ്പോൾ ന്യൂമോണിയാണെന്ന് പറഞ്ഞു. അങ്ങനെ 10-15 ദിവസം ആൻറ്റിബയോട്ടിക് ചെയ്ത് പോകുന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ. അങ്ങനെ ആയപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് ക്യാൻസർ പണ്ടുണ്ടായതല്ലേ, അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒരു പെറ്റ് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തു. പെറ്റ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ വന്നിരിക്കണു, റിലാപ്സ് അയക്കണു, സൂക്കേട് വീണ്ടും വന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ മുഴകൾ എടുത്തിട്ട് പരിശോധിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ദിവസം മുഴ എടുത്ത് പരിശോധിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ തൈലുണ്ടല്ലോ, മാതാവിനോട് ഞാൻ 12ാമത്തെ പ്രാവശ്യം ഇനി വരുന്നത്, ഞാൻ പുതുക്കാൻ വരുന്നത്, ഉടമ്പടി പുതുക്കണത് 11 പ്രാവശ്യം ഞാൻ പുതുക്കി കഴിഞ്ഞു. എന്ന് വന്നാലും എനിക്ക് മാതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വിളിച്ച മാതാവിൻ്റെ വിളിപ്പുറത്താണ്. ഞാൻ ഓരോ ദിവസം മാതാവിൻ്റെ സ്വപ്നം കാണാറുണ്ട്. അതിന് ഞാൻ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവേ നീ എൻ്റെ അയറ്റുണ്ടെന്നുള്ളതിന് തെളിവ് എനിക്ക് തരണമെന്ന് പറയും. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. വിളി കേൾക്കുന്ന മാതാവാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്ന മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്. വിളിക്കണമെന്ന് മാത്രം. മാതാവിനെ നമ്മൾ അറിഞ്ഞ് വിളിക്കണം. നമ്മൾ ഉടമ്പടിയിലെടുത്ത അതേ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം. അപ്പം മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഞാൻ ഈ തൈലം എടുത്തിട്ട് ഇവന് ഓപ്പറേഷനാണ്, ഓരോ സ്ഥലത്തും ഓരോ മുഴ എടുക്കണം. അപ്പം ഞാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, വെഞ്ചിരിച്ച തൈലം എടുത്തിട്ട് വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിച്ച് കുരിച്ച് വരയ്ക്കും. അതിനോടൊപ്പം ഓപ്പറേഷൻ്റെ ഡ്രസ്സിൽ ഞാൻ എന്ത് ചെയ്യും, ഈ കാശുരൂപം വെച്ച് കെട്ടി കൊടുക്കും. ആരും അറിയാണ്ട്, ഒന്നും ചെയ്യരുത്, ഒരു സാധനം പാടില്ല എന്നിട്ടാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാലും ഞാനിത് വെച്ചറിയാത്ത പോലെ കെട്ടിക്കൊടുക്കും. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു 3 പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്യും. പ്രാർത്ഥനയിൽ ഒരു കുറവില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് ബയോപ്സിക്ക് അയച്ചു. 3 പ്രാവശ്യം നോർമൽ, ഒരു ക്യാൻസറിൻ്റെ ഒരു അംശം ഉണ്ടായിട്ടില്ല. അത്രയും ദൈവം മാതാവും ഞങ്ങളെ സഹായിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ഞാനും ഇവനും കൂടിയിട്ട് ചോറ് കൊണ്ടു കൊടുക്കാനായിട്ട് പൊതിച്ചോറായിട്ട് ഗുരുവായൂർ പോവും. അവിടെ വഴിയിലെത്തിയിരിക്കുന്നവർക്ക് കൊടുക്കും. അതുപോലെ പത്രം, പീഡിയ കടകളിലും പിന്നെ ഗവൺമെൻറ് ആസ്പത്രികളിലും കൊടുക്കാറുണ്ട്. പിന്നെ തൃശ്ശൂരടുത്ത് ഒരു ഗാഗുൽത്ത ധ്യാന കേന്ദ്രം എന്നിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ 10-100 ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഞാൻ സഹായിക്കാനായിട്ട് പോകും. അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, അടിച്ചു വരിക, ബാത്റൂം കഴുകുക, അവർക്ക് അരിഞ്ഞു കൊടുക്കുക, പച്ചക്കറികൾ എന്താണ് അവർക്ക് ആവശ്യമുള്ളതെങ്കിൽ അതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. പത്രങ്ങളൊക്കെ ആസ്പത്രികളിൽ കൊണ്ടുപോയി കൊടുക്കും. അവനും അതെ. പിന്നെ ഇവന് ഇങ്ങനെ കുമ്പസാരം അത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പെടുത്തി പ്രാർത്ഥിച്ചതിൻ്റെ പോലെ എല്ലാ മാസവും കുമ്പസാരിക്കും. ഞാൻ 15 ദിവസം കൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ഞാൻ കുമ്പസാരിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോവും. കുടുംബ പ്രാർത്ഥന വല്ല പ്രത്യേക ദിവസമൊന്നും ചെല്ലില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ചെല്ലാൻ. ഇപ്പോൾ തൊട്ട് ഞാൻ ഉടമ്പെടുത്തതിന് ശേഷം എല്ലാ ദിവസവും 7 മണിയാകുമ്പോൾ 5:30 ആകുമ്പോൾ അവൻ എണീറ്റിട്ട് പ്രാർത്ഥനയ്ക്ക്, ഞാൻ മറന്നാലും അമ്മ നേരെ 7 മണി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ആ പ്രാർത്ഥനകൾ ചെല്ലും. എന്നും ഞാൻ പള്ളിയിലും പോവും. അവനും പറ്റുന്ന ദിവസമൊക്കെ അവനും പോവും. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.